സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവജനങ്ങളുടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഓർത്തേക്കണം കേട്ടോ. പിന്നെ അടുത്ത ഞായറാഴ്ച മുതലാണ് വൈദികരുടെ ഇംഗ്ലീഷ് ധ്യാനം കേട്ടോ. വൈദ്യർ ഇംഗ്ലീഷ് ധ്യാനം. അതിനുവേണ്ടി ഒരു നന്മറഞ്ഞ് അറിയും, ഒരു നന്മറഞ്ഞ് ചൊല്ലി കാഴ്ച വയ്ക്കണേ. അതെ, ഇന്നലെ പാര വയ്ക്കരുതെന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടത് വിഷമമായില്ലല്ലോ. എല്ലാം വചനങ്ങളാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾക്ക് ഏതെങ്കിലും വിധത്തിൽ കഷ്ടപ്പെടുന്നവരാണ് അല്ലേ. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, പിന്നെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, ജോലിയിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, പലതരത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും അല്ലേ കഷ്ടപ്പെടുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ചിന്ത വരും. അതിനെക്കുറിച്ച് ആ കഷ്ടപ്പാട് എന്തിനു വേണ്ടി സഹിക്കുന്നു എന്ന കാര്യം ക്ലിയർ ആയിട്ടങ്ങ് മനസ്സിലായല്ലോ എളുപ്പമായി. അത് നമുക്ക് കിട്ടുന്നത് തെസലോനിക്കക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിലാണ്. അതിന് പഠിപ്പിക്കുകയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ആ ദൈവരാജ്യത്തിന് നിങ്ങൾ തന്നെ അർഹരാകണമെന്നുള്ള ദൈവത്തിൻ്റെ നീതിപൂർവകമായ നിശ്ചയത്തിന് തെളിവാണിതെല്ലാം. ഒന്നും മനസ്സിലായില്ലല്ലോ. ഹല്ലേലൂയ. അതായത് നമ്മളിപ്പോൾ ഒരു മതാധ്യാപനാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് സുവിശേഷ വേല ചെയ്യുന്നവരാണ് ഏതെങ്കിലും തരത്തിൽ. അപ്പോൾ ഈശോയ്ക്ക് പറയുന്നറിയാം, ഈ കഷ്ടപ്പാടുകൾ സഹിച്ചാലാണ് നമുക്ക് ദൈവരാജ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. അതാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ പ്രസംഗിക്കുന്ന നിങ്ങൾ, ഈ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കന്മാരും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, അവർ ദൈവരാജ്യത്തിന് അർഹരാകണമല്ലോ. അതിനെന്ത് വേണം? അതിന് കഷ്ടപ്പാട് വേണം. അതുകൊണ്ട് ദൈവം നിശ്ചയിച്ചതാണ്. അതായത് നിങ്ങൾ ഈ പ്രഘോഷിക്കുന്ന സംഗതി നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെയുള്ള ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ദൈവരാജ്യം. അതിൻ്റെ തെളിവാണ് കഷ്ടപ്പാടുകൾ. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.